ഓക്കെ, നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്ന വീഡിയോ അല്ലേ, അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തോട്ട് വരാം, ഇതൊരു ട്രേഡിംഗ് ചാനലാണ്, ട്രേഡിംഗ് യൂട്യൂബ് ചാനലാണ്. എന്താണ് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ? ഞാൻ അതിനുള്ള ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോ കാണുന്ന പകുതി കൂടുതൽ ആൾക്കാരും ട്രേഡേഴ്സാണ്. ഓക്കെ, ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ട്രേഡേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അവർ വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് അവർ ട്രേഡേഴ്സായിട്ട് തന്നെ മാറിയത്, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് എത്തണം എന്നുള്ള ലെവലിലേക്ക് മാറിയത്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആണെങ്കിൽ അവർ എൻ്റയർലി അതിലും വെരി ലോ പേഴ്സൻറ്റേജ് ആയിരിക്കും. ട്രേഡേഴ്സിനെ നമുക്കിപ്പോൾ കാണാം, ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അത് ഇതെല്ലാം കൊണ്ട് എല്ലാവരിലേക്കും ട്രേഡിങ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ അതിൽ നിന്നും ഒരു പക്കാ വെറൈറ്റി ഓഫ് ഫീൽഡിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ചാനലൊരു അബ്നോർമലാണ്. അബ്നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നോർമൽ ട്രേഡിംഗ് ചാനൽ നിങ്ങൾ എന്തായിരിക്കും കാണുക? ട്രേഡിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ വീഡിയോസ്, ലോസ് ഉണ്ടാക്കിയ വീഡിയോസ്, അല്ലെങ്കിൽ മാർക്കറ്റ് റിവ്യൂ, ഇതൊക്കെ ആയിരിക്കാം. ഒബ്വിയസ്ലി ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നോളജാണ്. നോളജ് ഈസ് ഈക്വൽ ടു പവർ എല്ലാ കാര്യത്തിലും. സോ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ ചാനലിൽ ഞാൻ ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇഫ് യു ആർ ദി വൺ ഹൂ ഓക്കെ വിത്ത് ഇറ്റ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഒരു ബാരിയറായിട്ട് നിങ്ങളുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ എന്നെ ഇടുന്നതിന് പകരം അൺസബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ആ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. നിങ്ങൾ സമയം കളയാതിരിക്കുക എനിക്ക് വേണ്ടി എൻ്റെ വീഡിയോ കണ്ടിട്ട്. ഇത്രയും കാര്യങ്ങൾ പറയുന്നു. ഓക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോവുക, നോളജ് ഗ്രാബ് ചെയ്യുക, ക്ലീനായിട്ടെല്ലാം മനസ്സിലാക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ഈസ് യു. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാമാണ് നിങ്ങളെ ഒരു ട്രേഡർ ആക്കുന്നതും അതേപോലെ തന്നെ ഒരു ബെറ്റർ ഹ്യൂമൻ ആക്കുന്നതും. ഓക്കെ, നിങ്ങൾ അടുത്ത ഇനിയും കണ്ടിന്യൂ വീഡിയോ കണ്ടു തുടങ്ങി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന കാര്യം, ഞാൻ ഒട്ടും സംസാരിക്കേണ്ട എന്ന് ചിന്തിച്ച് മാറ്റി വെച്ചൊരു കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നു. കാര്യം ഇതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നൊരു വ്യൂവറിനെ സംബന്ധിച്ചിരിക്കും അയാൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെയാണ് ആൾക്ക് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് പാർട്ടായിട്ട് തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ വീഡിയോ എൻ്റെ ചാനലുള്ളതിലും ഏറ്റവും ലെങ്ത് വീഡിയോ ആയിരിക്കാം, ബിക്കോസ് അത്രത്തോളം ബണ്ടിൽ ഓഫ് ഇൻഫോർമേഷൻ ഇതിനകത്ത് ഞാൻ ഡംപ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഏത് കാര്യം പറയുന്നുണ്ടെങ്കിലും അതിന് തൊട്ട് മുന്നേ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞതിന് ശേഷമേ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്ത് നോട്ട് പ്രിപ്പയർ വേണമെങ്കിൽ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, എന്താണ് ലൂസിഡ് ഡ്രീമിങ്? ഞാൻ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി ലാസ്റ്റ് ഹൂ ആർ യു എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ, അല്ലെങ്കിൽ ഹൂ ഐ ആം അല്ലെങ്കിൽ എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ലൂസിഡ് ഡ്രീമിങ്, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, എന്താണ് ആക്ച്വലി ഇത് നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നത്, ഇതാണ് ഈ ഒരു 3 കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് പറയുമ്പോൾ, ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കുറച്ചേറെ കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. സയൻറ്റിഫിക്കലി കുറച്ച് കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ ഡോപ്പമൈനെ പറ്റിയും നമ്മുടെ കോർട്ടിസോളിനെ പറ്റിയും അതേപോലെ നമ്മുടെ ആങ്സൈറ്റി, പിന്നെ എങ്ങനെയാണ് ഇത് ഒരാൾക്ക് അഡിക്ഷനായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എങ്ങനെ റിഡ് ഓഫ് ചെയ്യാം എന്നുള്ളൊരു സംഭവം, ഡോപ്പമൈൻ്റെ യഥാർത്ഥ ഒരു കോർ പാർട്ടൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം എന്താണ് ലൂസിഡ് ഡ്രീമിങ്. ഓക്കെ, ലൂസിഡ് ഡ്രീമിങ് എന്താണ് ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് പറയുകയാണെങ്കിൽ. ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഡ്രീം ചെയ്യുന്ന നോർമലായിട്ടുള്ള ഡ്രീം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അപ്പം എന്താണ് നോർമൽ ഡ്രീമിങ്ങും അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളൊരു ചോദ്യത്തിന് ആൻസർ കിട്ടുമ്പോൾ തന്നെ ലൂസിഡ് ഡ്രീമിങ് എന്താണെന്ന് അറിയാം. ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ, നോർമലി ഡ്രീം ചെയ്യുമ്പോൾ എന്താ അവിടെ നടക്കുക?
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ടൈം 5x ആയിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നിൽക്കുന്ന റിയാലിറ്റിയുടെ ടൈമിനേക്കാളും അവിടെ 5x അല്ലെ അതിനേക്കാളും കൂടുതൽ നല്ല സ്പീഡിലാണ് ടൈം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചിലപ്പം ഒരു 2 വർഷം കൊണ്ട് നടക്കുന്ന കാര്യം ഇവിടെ ഒരു 2 വർഷം കൊണ്ട് നടക്കുന്ന കാര്യം അവിടെ വേണേൽ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് നടക്കാം. വിച്ച് മീൻസ് അത്രത്തോളം ഫാസ്റ്റിലാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ നമ്മുടെ ടൈം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ട് ഡ്രീം ചെയ്യുമ്പോഴൊന്നും നമുക്ക് ആ ഒരു കാര്യം ഓർത്ത് നിൽക്കാൻ പറ്റാത്തത്. ഇപ്പം പെട്ടെന്ന് നിങ്ങളൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നിങ്ങൾ എന്ത് സ്വപ്നമാണ് കണ്ടത് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഒബ്വിയസ്ലി അങ്ങനെയാണ്, ബ്രെയിൻ അത് റീകളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് അതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം ഇതാണ്. ഓക്കെ, പിന്നെ ഡ്രീമിനെ പറ്റി പറയുമ്പോൾ എല്ലാ കാര്യവും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രീം ചെയ്യുന്നതെന്ന് പോലും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. അല്ലെങ്കിൽ നമ്മളൊരു സംഭവത്തിനെ പറ്റി എങ്ങനെയാണ് അത് നമ്മുടെ മൈൻഡിലേക്ക് ഡ്രീം ചെയ്യുന്നതെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പല ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു കാര്യത്തെ പറ്റി മാത്രം ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഡ്രീം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ള രീതി. ഇത് കൈൻഡ് ഓഫ് ലൂസിഡ് ഡ്രീമിങ് കൂടാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇനി എന്താണ് നോർമൽ ഡ്രീമിങ്ങും ലൂസിഡ് ഡ്രീമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ സാധാരണ ഡ്രീം ചെയ്യും, നമ്മൾ നേരെ ഒന്നും ചെയ്യുന്നില്ല. ഒരു നോർമൽ ഒരാളുടെ ലൈഫാണ്, അയാളുടെ ഡെയിലി റുട്ടീനെല്ലാം കഴിഞ്ഞ് നേരെ ബെഡിൽ പോയി കിടന്നുറങ്ങുന്നു, അയാൾ എന്തോ ഡ്രീം ചെയ്യുന്നു പോകുന്നു. അത് സബ് കോൺഷ്യസ്ലി നടക്കുന്നൊരു സംഭവമാണ്. കോൺഷ്യസ്ലി ഡ്രീം ചെയ്യുന്നതിനെയാണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ഒരു സംഭവത്തിനെ പറ്റിയാണ് ഡ്രീം ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ മൈൻഡിൽ വേണ്ടത്. ഒരു സ്ക്രിപ്റ്റ് പോലെ ബിൽഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്റ്റെൻഡ് ലെവലിൽ വരെ നമുക്ക് ഡ്രീം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ GTA കളിക്കുന്ന പോലെ, ഇപ്പം GTA കളിക്കുന്ന പോലെ നിങ്ങൾക്ക് റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വണ്ടി എടുത്തുകൊണ്ട് പോവുക, എല്ലാവരെയും പോയി ഇടിച്ച് മറിച്ചിടുക, ഒരു ഗൺ എടുക്കുക, കാണുന്നവരെല്ലാം ഷൂട്ട് ചെയ്യുക. ഇതെന്താണ്? GTA ആണ്, റിയൽ ലൈഫല്ല. പക്ഷേ അതിനകത്തെ ക്യാരക്ടർ പോലെ നിങ്ങളായിട്ട് ലൂസിഡ് ഡ്രീമിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭവം ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്ലഷർ നിങ്ങൾക്ക് ഇൻസൈഡ് നിങ്ങളുടെ ബ്രെയിനിൽ കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ബാഡ് സൈഡുണ്ട് ഗുഡ് സൈഡുണ്ട്. ഓക്കെ, ഇതിന് പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയല്ലേ, നമ്മളൊരു പെട്ടെന്ന് നമുക്ക് ആ ഒരു കൈൻഡ് ഓഫ് പ്ലഷർ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് മാറാൻ കഴിയുമല്ലോ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇതാണ് ലൂസിഡ് ഡ്രീമിങ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് പറയാനുള്ള ആൻസർ. അതായത് നമ്മൾ കോൺഷ്യസ്ലി കാണുന്ന ഡ്രീമിനെയാണ് ലൂസിഡ് ഡ്രീമിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇനി നടക്കുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ബ്രെയിനിൽ ഒരു പാർട്ടുണ്ട്, ഓക്കെ, പെരിഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് എൻ്റെ പേര്. ആ ഒരു ഏരിയയിലാണ് ഈ ഒരു സംഭവം എല്ലാം നടക്കുന്നത്. ഞാൻ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാത്തത്. അപ്പം ആ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണിത്. അപ്പം നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മുടെ റിയാലിറ്റിയും അവെയർനെസ്സിനെ പറ്റിയൊക്കെ ഒരു മേജർ സംഭവം നടക്കും. നമ്മുടെ ഓരോ ബ്രെയിൻ പാർട്ടിനും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇൻഡെപ്തായിട്ട് ബ്രെയിൻ്റെ അനാട്ടമി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം ആ ഒരു ഏരിയയിൽ നടക്കുന്നൊരു സംഭവമാണ്. നിങ്ങൾ ഇൻസെപ്ഷൻ പോലുള്ള സിനിമാസ് ഡിക്കാപ്രിയോടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഡ്രീമിനെ പറ്റി കാണിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് ലൂസിഡ് ഡ്രീമിങ്ങാണത്. അതിനകത്ത് നമ്മൾ ഡ്രീമിനകത്ത് ലോക്കായി പോവുക എന്നുള്ള സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ലൂസിഡ് ഡ്രീമിങ് എന്താണ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ആൻസർ. ഇനി രണ്ടാമത്, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, അല്ലെ എങ്ങനെയാണ് ഒരു ലൂസിഡ് ഡ്രീമിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞതിന് ശേഷം അതിലേക്കെല്ലാം പോകാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇതാണ്: നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ലൂസിഡ് ഡ്രീമിങ് ട്രൈ ചെയ്യുക. ഒരിക്കലും ഈ വീഡിയോ കണ്ട് എന്നുള്ള റെഫറൻസിൽ നിങ്ങൾ പോയിട്ട് ലൂസിഡ് ഡ്രീമിങ് ട്രൈ ചെയ്യാമെന്നുള്ള മൈൻഡ് സെറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് മാക്സിമം ഞാൻ എല്ലാ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി മാക്സിമം ഞാൻ ടോപ്പിക്സ് പറയുന്നുണ്ട് ഇതിനകത്ത്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ ക്വാറ പോലുള്ള സൈറ്റ്സിലൊക്കെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം FAQ റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല അത്യാവശ്യം ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഓക്കെ, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇനി ഞാൻ ഇതെങ്ങനെ ഹൗ ടു ഡു ദിസ് എന്ന് പറയാം. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം അഡ്വാൻറ്റേജ് ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ പറയണമെന്നുള്ളത്. ആദ്യം എങ്ങനെ ഇത് ചെയ്യണമെന്ന് പറയാം. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ബിക്കോസ്
നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ മൈൻഡിനോടൊരു കൺട്രോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഇപ്പം നിങ്ങളൊരു മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങളൊരു സെൽഫ് ടോക്ക് എപ്പോഴും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സെൽഫ് ടോക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ മൈൻഡിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. കേൾക്കുമ്പോൾ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കും, പക്ഷേ ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവമാണ്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ലൂസിഡ് ഡ്രീമിങ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നല്ലൊരു ബെഡാണ്. ഐ മീൻ ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാത്തിൽ നിന്നും ഫ്രീ ആയിരിക്കണം. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ നിന്നും ഇതെല്ലാം ഫ്രീ ആയിരിക്കണം. നിങ്ങൾക്ക് അലാംസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാഹിക്കരുത്, എല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. അത് നിങ്ങൾക്ക് വിശക്കരുത്, ദാഹിക്കരുത്. ഇതെല്ലാം നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ, നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ എല്ലാം നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും ഡിസ്ട്രാക്ഷനായിട്ട് വരരുത്. എനിക്ക് ദാഹിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നരുത്, അല്ലെങ്കിൽ എനിക്ക് ഫോണിൽ അലാം അടിക്കരുത്, ഫോണിൽ നോട്ടിഫിക്കേഷൻ വരരുത്. ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബെഡിലേക്ക് വരുന്നതിന് ഒരു 3-4 മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം. വെള്ളം നിങ്ങൾ ജസ്റ്റ് ബിഫോർ കുടിച്ചാൽ മതി. അങ്ങനെ ബെഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണോ ഡ്രീം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീം ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. സേ ഫോർ ആൻ എക്സാമ്പിൾ, ഞാൻ ഡ്രീം ചെയ്യാൻ പോകുന്നത് എനിക്കൊരു 1 മില്യൺ അല്ലെങ്കിൽ പോട്ടെ ഒരു 1 ട്രില്യൺ വാല്യൂ ഉള്ള ഒരു അസറ്റ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ബില്യനെയർ ആവുന്നത് ഞാൻ ഡ്രീം ചെയ്യുകയാണെന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ ഒരു ട്രില്യനെയർ ആവുന്നത് ഞാൻ ഡ്രീം ചെയ്യുമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇലൺ മസ്കിനേക്കാളും എനിക്കത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എനിക്ക് അയാൾക്ക് കിട്ടുന്ന സെയിം ഡോപ്പമൈൻ കിക്ക്, ജസ്റ്റ് ഡോപ്പമൈൻ കിക്ക്, ബിക്കോസ് ഞാനാണ് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത്, ഞാനാണ് അവിടെ സ്ക്രിപ്റ്റ് എഴുതുന്ന റോൾ പ്ലേ എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ ഡോപ്പമൈൻ കിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം ഈ സെയിം കാര്യം തന്നെ ആൾക്കാർ വേറെ രീതിയിൽ യൂസ് ചെയ്യും. വേറെ രീതിയിൽ എന്ന് പറയുമ്പോൾ ചിലർക്ക് വിഷമിക്കാനാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടെ ബ്രൂട്ടൽ ആവാൻ ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടെ അഗ്രസീവ് ആവാനാണ് ഇഷ്ടം. അപ്പം അതിനനുസരിച്ച് അവരുടെ ടോപ്പിക്സ് അവർക്ക് എടുക്കാം. ഞാൻ ഇൻഡെപ്തിലേക്ക് പറയുന്നില്ല. നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ബ്രൂട്ടലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഏത് സബ്ജക്റ്റാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു ബാഡ് സൈഡും ഉണ്ട്, ഗുഡ് സൈഡും ഉണ്ട്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറഞ്ഞതിന് ശേഷം ഞാനത് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഏത് കാര്യത്തിനെ പറ്റിയാണോ നിങ്ങൾ ഡ്രീം ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഒരു വിഷൻ, നിങ്ങൾക്കൊരു സ്റ്റോറി നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇതാണ് എന്നുള്ളൊരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു ആമസോൺ കാർഡിൻ്റെ അകത്തൂടെ നടക്കുകയാണെന്നുള്ളൊരു സ്റ്റോറിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല പല ജീവികളെ നിങ്ങളിവിടെ കാണും. നിങ്ങളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് അറ്റ് ദ പീക്കിലേക്ക് നിങ്ങൾക്ക് എത്തും. നിങ്ങൾ പല കളറുള്ള ബട്ടർഫ്ലൈസ്, അല്ലെങ്കിൽ ഐ മീൻ ഒരു വേറെ ലെവൽ ഓഫ് റിയാലിറ്റി പറയാൻ പറ്റത്തില്ല. നമുക്ക് ചില കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിലേക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങളുടെ അകത്ത് ഒരു കണ്ണ് നിങ്ങൾ തുറക്കും. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും, ഇന്നർ സോൾ കൊണ്ട് നിങ്ങൾ കാണും. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, അങ്ങനെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ബെഡെല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 6 hours എങ്കിലും കണ്ടിന്യൂസ് നിങ്ങൾക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് ഉണ്ടായിരിക്കണം. 6 hours കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വേക്കപ്പ് ആവണം. ഓട്ടോമാറ്റിക്കലി വേക്കപ്പ് ആവണം എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ നിങ്ങളുടെ സൈക്രേഡിയൻ റിതം അതേപോലെ സെറ്റാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഒരു രീതി, അത് സാധാരണ നിങ്ങൾ വേക്കാവുന്ന സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് തൊട്ട് മുന്നേ 6 മണിക്കൂറോ അല്ല അതിന് മുന്നേ ഉറങ്ങാൻ കിടക്കാം. അല്ല എങ്കിൽ 6 മണിക്കൂർ അലാറം വെക്കാം. പക്ഷേ ഇത് വിച്ച് ഐ ഡോണ്ട് റെക്കമെൻഡ്. സൈക്രേഡിയൻ റിതത്തിൻ്റെ കൂടെ പോകാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അത് ചെയ്തപ്പോഴാണ് എനിക്ക് വർക്കായത്. സൈക്രേഡിയൻ റിതം 6 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിന് മുന്നേ 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാകണം. 6 മണിക്ക് അയാൾ എണീക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു സംഭവം. അതായത്
6 മണിക്കോ അല്ലെ നിങ്ങളുടെ ടൈമിങ്ങിൽ നിങ്ങൾ എണീറ്റിട്ട് നിങ്ങൾക്ക് വാഷ്റൂമിൽ പോവാം, വെള്ളം കുടിക്കാം. നിങ്ങളുടെ മൈൻഡിൽ അപ്പോഴും നിങ്ങൾ വേക്കാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന സംഭവമാണ്, സബ് കോൺഷ്യസിലല്ല. എഗെയിൻ നിങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ബെഡിലേക്ക് പോവുക. നിങ്ങൾ എണീറ്റ് നിങ്ങൾ കോൺഷ്യസിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ ബെഡിലേക്ക് പോകുന്നത്. നിങ്ങളുടെ ബെഡിൽ നിങ്ങൾ കിടക്കുക നേരെ തന്നെ, അതായത് ഫേസ് അപ്പിലേക്ക് വന്നിട്ട് രീതി കിടന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു സംഭവത്തെ പറ്റി നല്ല പോലെ ഡ്രീം ചെയ്യുക. അതിന് മുന്നേ നിങ്ങളുടെ മൈൻഡും മസിൽസും എല്ലാം റിലാക്സ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഓരോ മസിൽസും നിങ്ങളുടെ ബോഡിയിൽ റിലാക്സ് ആവുന്ന നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന രീതിയിൽ. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, എങ്ങനെയാണ് ബോഡിയെ റിലാക്സ് ഫോമിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന്. 3 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, 3 to 2 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് അത് 3 to 4-5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിച്ചതിന് ശേഷം നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾ പതിയെ നിങ്ങൾ തന്നെത്താൻ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരിക പതിയെ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സൈക്രേഡിയൻ റിതം നോക്കിയിട്ട് വേണം ഈ ഒരു സംഭവം മെയിനായിട്ട് നിങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പതിയെ ഉറങ്ങും, നമുക്കൊരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഒന്നുമില്ല, പതിയെ നമ്മൾ ഉറങ്ങും. ആ ഉറക്കത്തിൽ നമ്മൾ ഡ്രീം ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ കയ്യിലാണ് ആ ഡ്രീമിൻ്റെ കീ ഉള്ളത്. നമുക്ക് എന്തും ചെയ്യാം അവിടെ. ഈ ഒരു സംഭവം നമുക്ക് പലരും ചിന്തിക്കുന്നത് ഞാൻ ചെയ്തത് ലൂസിഡ് ഡ്രീമിങ് തന്നെയാണോ അതോ ഞാൻ ചുമ്മാ കിടന്ന് സ്വപ്നം കാണുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. അതിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നോർമൽ ഡ്രീമിൽ എന്താണ്. ലൂസിഡ് ഡ്രീമിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് ആയിരിക്കും. അതായത് ഭയങ്കര ഡോപ്പമൈൻ കിക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ ഇന്നർ സോളിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണോ ആകേണ്ട ആ ലെവലിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ബില്യനർ ആവുന്നതാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ ആ ലെവലിലേക്ക് എത്തുന്ന ലൈഫാണ് നിങ്ങളവിടെ ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡോപ്പമൈൻ കിക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകും, ഇങ്ങനെ കിടക്കുന്ന ഗ്രാഫ് ഇങ്ങനെ പോകും. ഡോപ്പമൈൻ എന്താണെന്ന് അറിയാമല്ലോ, ഹാപ്പി ഹോർമോണാണ്. അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ ഡോപ്പമൈൻ നിങ്ങൾക്ക് ഈ ലൂസിഡ് ഡ്രീമിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിലേക്ക് പറയാം. അപ്പം ഹൗ ടു ഡു ദിസ് എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഈ ഒരു കേസിൽ ഞാൻ എങ്ങനെ ലൂസിഡ് ഡ്രീമിങ് നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ആദ്യം എന്താണ് ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാം, എന്നിട്ട് ഡിസഡ്വാൻറ്റേജ് പറയാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ചൊന്ന് ക്രിയേറ്റീവ് ആവാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാം, ഇമാജിനേഷൻ എൻഹാൻസ് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് തന്നെ പറയുന്നു, അതാണ് ഇതിൻ്റെ ഏറ്റവും കോറും മെയിനായിട്ടുള്ള സംഭവം, നമുക്ക് ഒരു ഡോപ്പമൈൻ കിക്ക് കിട്ടും. നമുക്ക് ഈ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുള്ള വേൾഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓപ്പൺ വേൾഡ്, പാട്ട് ഒഴിക്കേണ്ടു എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത്രയും ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുള്ളൂ. ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് വേണ്ടതാണോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ, ഒന്നാമത് എനിക്ക് പറയാനുള്ളത് റിയാലിറ്റിയും കോൺഷ്യസും സബ് കോൺഷ്യസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഞാൻ എന്താ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് സ്ലീപ്പ് പാരാലിസിസ് പോലുള്ള പ്രോബ്ലംസ്. മൂന്നാമത്തെന്ന് പറയുന്നത് യു ആർ നോട്ട് ബീങ് ഹാപ്പി ഇൻ റിയൽ ലൈഫ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, കോൺഷ്യസും സബ് കോൺഷ്യസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു പോയിൻ്റ് എത്തുമ്പോൾ ഇതിലൊരു അഡിക്ഷൻസ് എന്നുള്ള രീതിയിലേക്ക് എത്തും. അതായത് നിങ്ങൾ എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. എന്താണ് ആ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളാണിത്. നിങ്ങളെ അകത്ത് വന്നൊന്നും കിക്ക് ചെയ്യുന്നില്ല. അതായത് ഞാനിത് റിയൽ ലൈഫിൽ ഞാൻ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണോ എന്നുള്ളൊരു ചോദ്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. നിങ്ങൾ റിയലായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡ്രീമിലാണോ അതോ റിയൽ ലൈഫിലാണോ എന്നുള്ളൊരു സംശയം നിങ്ങളെ നല്ല രീതിയിൽ അലട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലീനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു മറ്റേ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് അവിടെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇവിടെ കിട്ടുന്ന ഓരോ നെഗറ്റീവ് ഇമ്പാക്റ്റും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ തളർത്തും.
സോ ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കര ഹൈ ആണ്. രണ്ടാമത്തെ കാര്യം സ്ലീപ്പ് പാരാലിസിസ്. സ്ലീപ്പ് പാരാലിസിസ് എന്താണെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എന്താണ് ആ സംഭവം എന്നുള്ളത് ക്ലീനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് ഇച്ചിരി ഹാർഡ് തിങ് ആണത്. ഓക്കെ, അതായത് നമ്മുടെ ഡ്രീമിൽ നമ്മളെ ആരോ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എസ്കേപ്പ് ഇല്ല, നമ്മൾ മരിച്ചു കിടക്കുകയാണ്, എനിക്കിവിടെ നിന്ന് എണീക്കാൻ വയ്യ, നമ്മുടെ ബെഡിൽ നിന്ന് പോലും നമുക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. ഈവൻ ദോ നമുക്കത് വേണമെങ്കിൽ പോലും നമ്മുടെ മസിൽസ് നമ്മളെ സമ്മതിക്കില്ല, പിടിച്ചവിടെ കെട്ടിയിട്ടേക്കുന്ന പോലത്തെ അവസ്ഥയിലേക്കൊക്കെ എത്തും. സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നതിനെ പറ്റി പറയാനാണെങ്കിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം, ഇൻഡെപ്തിലേക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ പറയുന്ന ഓരോ കാര്യത്തെപ്പറ്റി ഇൻഡെപ്തിലേക്ക് പോയി സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് മാത്രം ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാം പതിയെ ചുരുക്കി പറയണം. ഓക്കെ, ഡിസഡ്വാൻറ്റേജിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു സ്ലീപ്പ് പാരാലിസിസ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഡോപ്പമൈനും കോർട്ടിസോളും തമ്മിലുള്ള കോറിലേഷൻ. ഓക്കെ, എന്താണ് ഡോപ്പമൈൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഡിസഡ്വാൻറ്റേജിൻ്റെ ഈ പോയിൻ്റ് മനസ്സിലാകത്തുള്ളൂ. എന്താണ് ഡോപ്പമൈൻ? ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. അതായത് നിങ്ങൾക്കൊരു ഹാപ്പി ഹോർമോൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഫീൽ ഗുഡ്. നിങ്ങൾക്കൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നത് ഡോപ്പമൈനാണ്. ഇപ്പം നിങ്ങൾ കള്ള് കുടിക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വാവ് എന്നുള്ളൊരു ഫീൽ ഗുഡ്, ആ ഒരു സംഭവം തരുന്നത് ഡോപ്പമൈനാണ്. അപ്പോൾ ഈ ഡോപ്പമൈൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാലോ, ഇതൊരു റബ്ബർ ബാൻഡ്. നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ അറിയില്ല ഡയബറ്റീസ് പേഷ്യൻസിൻ്റെയൊക്കെ. ഇപ്പം അത് ആ ഒരു ലെവൽ വെച്ച് വേണം നമുക്ക് ഇത് വേണം എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് റബ്ബർ ബാൻഡ് പോലെയാണ്. അതായത് ഇത് ഇങ്ങനെ എപ്പോഴും അതിനെ ഇങ്ങനെ എലാസ്റ്റിസിറ്റി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ലെവലെത്തുമ്പോൾ നോർമലിൽ നിന്നത് വലിഞ്ഞ് ഒരു ലെവലെത്തുമ്പോൾ അതും പൊട്ടിപ്പോവും. ഓക്കെ, ലെവൽ മനസ്സിലായി. അപ്പം അതേപോലെയാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഭവം. അതായത് നമുക്ക് ആദ്യമേ കിട്ടുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഡോപ്പമൈൻ കിക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സെയിം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു ഏർജ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു നോർമൽ ഹാബിറ്റ് അഡിക്ഷനായി മാറുന്നത്. ഇപ്പം ചിലർ പറയും അന്നൊരു സിഗരറ്റ് വലിച്ചതാണ്, ഇപ്പോൾ എനിക്ക് നിർത്താനേ പറ്റുന്നില്ല. കാര്യം അന്ന് വലിച്ചപ്പോൾ കിട്ടിയ ഡോപ്പമൈൻ കിക്കില്ലേ, ആ ഡോപ്പമൈൻ കിക്കാണ് ഇയാളെ ഏർജ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ആ സിഗരറ്റിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ആ സിഗരറ്റിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഉള്ളിലായൊക്കെ എന്താണ്, ആ ഡോപ്പമൈനാണ്. ഡോപ്പമൈൻ ഈസ് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയും ടു ഡൂ ദ തിങ്സ് എന്നൊക്കെ. കാര്യം ഇതൊരു സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതായത് നോർമലായിട്ടുള്ളൊരു റാറ്റിനെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വായിലേക്ക് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഫുഡ് കഴിക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിന് ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ അതിനറിയാം ഇത് കഴിച്ചാൽ എന്താണ് ജീവനോടെ കിടക്കണമെന്നുള്ള സാധനമാണ്. ഓക്കെ, അപ്പം ഈ ഒരു സെയിം റാറ്റിനെ തന്നെ ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് എല്ലാം മാറ്റി വെച്ചേക്കുവാണ്. ഈ സെയിം റാറ്റിനെ തന്നെ അത് നല്ല രീതിയിൽ വിശന്നിരിക്കുമ്പോൾ തന്നെ അതിന് മുന്നിലൊരു ഫുഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് എടുക്കത്തില്ല. കാര്യം അതിന് ആ ഒരു ഫുഡ് എടുക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല. ബിക്കോസ് ഈ ഒരു മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഭവം ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സംഭവം ചെയ്യാനായിട്ട് നമുക്കൊരു കിക്ക് കിട്ടത്തില്ലേ. മോട്ടിവേഷൻ എന്താണ്, കിക്ക് കിട്ടുക. ആ ഡോപ്പമൈൻ കിക്ക് എന്ന് പറയുന്ന സംഭവം ഇതെല്ലാം കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി പറയാനാണെങ്കിലും കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല. അപ്പം ഇവിടെ നിർത്തുകയാണ് ഞാൻ. ഓക്കെ, അപ്പം ഡോപ്പമൈൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് എന്താണ്, ഒരു ഹാപ്പി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്നൊരു സംഭവം തരുന്നൊരു ഹോർമോണാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച്, അതായത് എങ്ങനെ അളവ് കൂടുന്നത്, ബിക്കോസ് യു ആർ കൺസ്യൂമിങ്, നിങ്ങൾ അനദർ വേന്ന് കൺസ്യൂം ചെയ്യാണ്. റിയാലിറ്റി സബ് കോൺഷ്യസിൽ പോയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളൊരു വേറൊരു വേൾഡിൽ നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റിയൽ വേൾഡിൽ വരുമ്പോൾ ചെറിയ നിങ്ങൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ്, ചിലപ്പം നിങ്ങളുടെ മമ്മി നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെ നിങ്ങളുടെ ബെസ്റ്റ് ലൈഫിൽ നടക്കുന്ന ഓരോ നിങ്ങളുടെ ഒരു ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ലൈഫിൽ നടക്കുന്ന നിങ്ങൾക്കറിയാലോ ഹാപ്പിനെസ് വരേണ്ട ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ മമ്മിയുടെ ബർത്ത്ഡേ, നിങ്ങളുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്. ഏറ്റവും ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ഇതൊക്കെ നമ്മളൊക്കെ ഒരു ഹാപ്പി തരുന്നൊരു സംഭവമാണ്. അല്ലെ നിങ്ങൾ ഒരു മൂവി വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിരിക്കുക, ഇതൊന്നും നിങ്ങൾക്ക് ഹാപ്പിനെസ് ആകുന്നില്ല.
ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഹാപ്പിനെസ്സാണ്. നിങ്ങളുടെ റിയൽ ഹാപ്പിനെസ് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങളുടെ വേൾഡിലാണ്. അതെവിടെ? ലൂസിഡ് ഡ്രീമിങ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറാനുള്ള ചാൻസസ് ആർ വെരി ഹൈ, വെരി ഹ്യൂജ്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇൻസെപ്ഷൻ കാണിക്കുന്ന പോലോ, ഇൻസെപ്ഷനിൽ ഡികാപ്രിയോ ഡ്രീമിൽ സ്റ്റക്കായി കിടക്കുന്ന പോലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലല്ല ഇത്. അതൊക്കെ ഒരു മിത്താണ്. അതായത് നമ്മൾ ലോക്കായി കിടക്കുക എന്നുള്ളൊരു ഇതല്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അവിടെയാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടെ വേണം എന്നുള്ളൊരു ഏജ് എപ്പോഴും ഉണ്ടാവും. പതിയെ എന്താവും? നമ്മൾ പതിയെ ഇൻട്രോവേർട്ട് ആവും. ഇൻട്രോവേർട്ട് ആവുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലൂസിഡ് ഡ്രീമിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ, ഡോപ്പോമൈൻ കിക്ക്, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഡോപ്പോമൈൻ കിക്കിനേക്കാളും വേവ് താഴെയാണ്, നല്ല രീതിയിൽ താഴെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിയാലിറ്റി നമുക്ക് വേണ്ടാത്ത പോലെ തോന്നും. തോന്നി ഈ ഒരു സെയിം സംഭവം തന്നെ ആൾക്കാരെ സൂയിസൈഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡു ഇറ്റ് ബൈ യുവർ ഓൺ റിസ്ക്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നു, എനിക്ക് വേറെ ഡ്രഗ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണ് എൻ്റെ ലൂസിഡ് ഡ്രീമിങ് ടൈമിൽ. ഞാൻ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്താണ്, എൻ്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ആ കാലത്ത് എനിത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഇൻഡെപ്ത് ഇതിനെപ്പറ്റി അറിയത്തില്ല എങ്കിൽ പോലും ഞാൻ ആ സമയത്തിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും എങ്ങനെ ചെയ്യണം എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിത് ചെയ്യുകയും ഇതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഇതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ഡിസഡ്വാൻറ്റേജ് പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ബേസ് ലൈനായിട്ട് ലൂസിഡ് ഡ്രീമിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ആഡഡ് ബോണസായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇഫ് യു ആർ ട്രൈങ് ടു ഡു ഇറ്റ്സ് ഓൾ യുവർ റിസ്ക്. ഞാൻ അഗെയിൻ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഈസി ടു ഗെറ്റ് അഡിക്റ്റഡ്. നിങ്ങൾ അഡിക്റ്റ് ആവാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ബിക്കോസ് നിങ്ങളുടെ ഡോപ്പോമൈൻ ആ ലെവലിലാണ്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ചിലപ്പം മറ്റുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത്, പക്ഷേ ഇത് നിങ്ങൾ ചിന്തിക്കാം, ഭയങ്കര ഹെൽത്തി വേ ഓഫ് ഡോപ്പോമൈൻ കിക്ക് അല്ലേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അതായത് ഇപ്പം എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡോപ്പോമൈൻ കിക്ക് നമുക്ക് എന്താണെങ്കിൽ പോലും ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ബാഡാണ്, എന്താണെങ്കിൽ പോലും, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും. ഓക്കെ, അപ്പം ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ തന്നെ ആ റിയാലിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെ നിങ്ങൾ സ്റ്റെക്ക് ഓൺ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ വേൾഡിൻ്റെ റിയാലിറ്റി എന്നുള്ള വേൾഡിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിച്ച് ആ ഒരു ബാലൻസ്ഡ് ലൈഫിൽ പോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റായിട്ടൊരു പോയിൻ്റ് ഞാൻ പറയാം. ഓൾമോസ്റ്റ് എനിക്കറിയാം അത്യാവശ്യം നല്ല ലോങ് വീഡിയോ ആയിട്ടുണ്ട്. ഞാനത് പറഞ്ഞില്ലായിരുന്നു, നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം. അതേപോലെ അതിനെപ്പറ്റി ഞാൻ പറയാം. നിങ്ങൾക്കൊരു ഡ്രീം കിട്ടി, നിങ്ങളിതെല്ലാം ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഡ്രീം കിട്ടി, പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഡോപ്പോമൈൻ കിക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ലൂസിഡ് ഡ്രീമിംഗ് ആണോ? ഒന്നാമത്തെ കാര്യം, ലൂസിഡ് ഡ്രീമിംഗ് കിട്ടുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇത്രയും നാളത്തെ ലൈഫിൽ ചിലപ്പോൾ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ കുറേ തവണയെങ്കിലും ലൂസിഡ് ഡ്രീമിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും സബ് കോൺഷ്യസ്ലി, നിങ്ങൾ അറിയാതെ തന്നെ. ബിക്കോസ് അതങ്ങനെയാണ്, അത് നമുക്കറിയില്ല. കാര്യം നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്ന സംഭവത്തിനെ അല്ലെങ്കിൽ ഡ്രീം ചെയ്യുക എന്ന് പറയുന്ന സംഭവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയാൻ അത് ഒരു വലിയൊരു ഫാക്റ്റാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ഡ്രീമിനെ പറ്റി പറയാനുണ്ട്, അല്ലെങ്കിൽ ഉറക്കത്തിനെ പറ്റി പറയാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ് പറയുന്നത്. നമുക്ക് ലൂസിഡ് ഡ്രീമിങ് കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ നമുക്കത് ലൂസിഡ് ഡ്രീമിങ് ആണ് അല്ലെ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാത്തതാണ്. എനിക്കറിയാം, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ പെട്ടെന്ന് അത് റിയലൈസ് ചെയ്ത് എണീറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഓക്കെ അത് ഡ്രീമായിരുന്നു എന്നുള്ള രീതിയിൽ ഡിസപ്പോയിൻ്റ് ആവുന്ന നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പെട്ടെന്നൊരു ബാഡ് ഡ്രീം കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്ത് എണീറ്റിട്ട്
ഓ രക്ഷപ്പെട്ടു, അതൊരു ഡ്രീം ആയിരുന്നല്ലോ എന്നും ചിന്തിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൂസിഡ് ഡ്രീമിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്കുക, അങ്ങനെ ഒരു ഏറ്റവും ബാഡ് സിറ്റുവേഷൻ എത്തിയപ്പോൾ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ പാനിക്കായ ഒരു ഏരിയയിൽ, അതേപോലെ എത്രത്തോളം നിങ്ങൾ ഹാപ്പിയായി. ഇത് നിങ്ങളുടെ ബ്രെയിൻ്റെ ഉള്ളിൽ നടക്കുന്നൊരു സംഭവമാണ്. ഇവൻ ദോ ഹാഫ് കോൺഷ്യസിലാണെങ്കിലും ഹാഫ് സബ് കോൺഷ്യസിലാണെങ്കിലും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പറയാനുണ്ട്. ഡോപ്പമൈനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല 1 മണിക്കൂർ കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന്. ബിക്കോസ് അത്രത്തോളം ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എന്ന് പറയുന്നത് എനിക്ക് ക്രേസുള്ള സംഭവങ്ങളാണ്. ഞാൻ ഇതിനെപ്പറ്റി എല്ലാം പഠിക്കും. എൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും തന്നെയാണ്. എനിക്ക് നല്ല സയൻറ്റിഫിക് ടെമ്പറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിൻ്റെയും സയൻറ്റിഫിക് ലെവലിലേക്ക് ഡെപ്തിലേക്ക് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിയതും ട്രേഡിങ്ങിൻ്റെ ഇൻകോർ ഡെപ്തും ആൽഗോരിതമിക് വേയിലും മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. സോ ഒരു ട്രേഡിംഗ് ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക എന്ന് തോന്നുന്നത് മേ ബി എനിക്കറിയില്ല. എനിവേ, നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ വേ ഓഫ് തോട്ട് വന്നിട്ടുണ്ടാവും. സോ യൂട്ടിലൈസ് ഇറ്റ്. നിങ്ങളത് മനസ്സിലാക്കി യൂസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിരിക്കുന്ന വെപ്പൺ, അതായത് മൈൻഡ്, ആ വെപ്പണെ നിങ്ങൾക്ക് മനസ്സിലാക്കി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വെപ്പൺ ഇൻ ദിസ് വേൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.